തിയോഫിനച്ചൻ ഉയർത്തിയ ദീപശിഖ. ദൈവദാസൻ തിയോഫിനച്ചന്റെ ജീവിതവും അത്ഭുതങ്ങളും. പൊന്നുരുന്നിയിലെ പൊന്നും മാണിക്യവുമെല്ലാം തിയോഫിനച്ചൻ എന്ന ദൈവത്തിന്റെ സ്വന്തമായ മനുഷ്യ സ്നേഹയാണ്. കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള ആയൂരിലെ കുടലൂർ വീട്ടിൽ ഇട്ടിച്ചെറിയ ജോർജ് എന്ന കൊച്ചുകോര ആശാന്റെ മകനായി 1913 ജൂലൈ 20 മൈക്കിൾ ജനിച്ചത്. കൊച്ചുകോര ആശാന് 9 മക്കളുണ്ടായിരുന്നു. കോട്ടപ്പുറത്ത് വെച്ചാണ് മൈക്കിൾ എന്ന തിയോഫിനച്ചൻ ജനിക്കുന്നത്. അന്ന എന്നായിരുന്നു തിയോഫിനച്ചന്റെ അമ്മയുടെ പേര്. ഐത്തത്തിനും അനാചാരങ്ങൾക്കും മുകളിൽ ദൈവരാജ്യത്തിന്റെ സ്ഥാനമുറപ്പിക്കാൻ വന്ന ദീപശിഖയാണ് തിയോഫിനച്ചൻ. ഒന്നിനോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്ത സ്നേഹമുള്ള മനുഷ്യനായിരുന്നു തിയോഫിനച്ചൻ. കോട്ടപ്പുറത്തെ സെയിന്റ് മൈക്കിൾസ് LP സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. വൈദികനാവാനുള്ള ആഗ്രഹം മിഖായേൽകുട്ടി കൊച്ചുകോര ആശാനെ അറിയിച്ചപ്പോൾ അതൊരു അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം കരുതിയത്. കൂട്ടത്തിൽ വറീദ് എന്ന സഹോദരൻ ചെറുതായി ഒന്ന് എതിർത്തു. നല്ല പൊക്കവും തടിമിടുക്കുള്ള നിനക്ക് പട്ടാളത്തിൽ ചേർന്നാൽ എന്താണ്, ഞാൻ എന്തായാലും ആ വഴിക്കാൻ എന്ന് പറഞ്ഞെങ്കിലും പള്ളിയും പട്ടക്കാരുമായി നടന്ന കൊച്ചുകോരാശാൻ 2 മക്കളെയും അവരവരുടെ ഇഷ്ടത്തിന് വിട്ടു. അതു നന്നായി, ഒരാൾ പട്ടാളക്കാരനും മറ്റൊരാൾ പട്ടക്കാരനും, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നായിരുന്നു മറുപടി. വറീദ് പട്ടാളക്കാരനായിരുന്നെങ്കിലും മിഖായേൽകുട്ടി പട്ടക്കാരനായി. ഭാരത സഭയ്ക്ക് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും മുതൽക്കൂട്ടായി. 1929 ജൂണിൽ മൈക്കിൾ 8ാം ക്ലാസ്സിൽ ചേർന്നു. KG മൈക്കിളിന് അന്ന് കിട്ടിയ സുഹൃത്താണ് ബോൾഗാട്ടയിൽ നിന്നും വന്ന താച്ചപ്പള്ളി റോക്കി. ഈ സൗഹൃദം വൈദിക വൃത്തിയിലും തുടർന്നു. ഒരാൾ തിയോഫിനും മറ്റേയാൾ ഫുൾജൻസുമായി. മൈനർ സെമിനാരിയിലെ വിദ്യാഭ്യാസ കാലത്ത് ബ്രദർ മൈക്കിളിന് മറ്റൊരു ഗുരുതുല്യനായ സുഹൃത്തിനെ ലഭിച്ചു. ജോസഫ് ആട്ടിപ്പേട്ടി എന്ന യുവ വൈദികൻ. സെമിനാരി വിദ്യാർത്ഥികളുടെ കുമ്പസാരക്കാരൻ കൂടിയായിരുന്നു ഫാദർ ആട്ടിപ്പേട്ടി. റോമിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടി വരാപ്പുഴ മെത്രാപ്പോലിത്ത ആയിരുന്ന ഡോക്ടർ ഏഞ്ചൽ മേരിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ജോസഫ് അട്ടിപ്പേട്ടി പിതാവ്. 1930 റോക്കി താച്ചപ്പള്ളി അച്ഛനും സെമിനാരിയിൽ ചേർന്നു. 1932 മൈക്കിൾ SSLC പാസ്സായി. ലത്തിൻ ഭാഷാ പഠനം ആരംഭിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഇടവക വൈദികനിൽ നിന്നും മാറി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചിൻ വൈദികനായി ജീവിക്കുന്നതിനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന സത്യം മൈക്കിളിന് മനസ്സിലായി. തന്റെ ആഗ്രഹം തിയോഫിനച്ചൻ ജോസഫ് അട്ടിപ്പേട്ടി അച്ഛനെ അറിയിച്ചു. ഒരു ഇടവക വൈദികനാകുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു സന്യാസിയാവുക എന്നത്, പ്രത്യേകിച്ചും ഒരു ഫ്രാൻസിസ്കൻ. നല്ലവണ്ണം ആലോചിക്കുക, പ്രാർത്ഥിക്കുക, അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുത്താൽ മതി എന്ന് മറുപടി പറഞ്ഞു. 1932 അതിരൂപത സെമിനാരിയോട് വിട പറഞ്ഞുകൊണ്ട് ബ്രദർ മൈക്കിൾ കപ്പൂച്ചിൻ സന്യാസ സഭയിൽ ചേർന്നു. ആട്ടിപ്പേട്ടി അച്ഛൻ വരാപ്പുഴ അതിരൂപതയുടെ പിതാവുമായി. അന്ന് സന്യാസ സഭകൾ ശീലമാക്കി വച്ചിരിക്കുന്ന തീവ്ര തപസ്സിന്റെയും ആത്മപീഡനങ്ങളുടെയും കഥകൾ കാരണം വീട്ടുകാർക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. സ്വതേ ദുർബലനും സാധുവുമായ മിഖായേലിന് ആ തീവ്ര അനുഭവങ്ങളുടെ കടമ്പകൾ തരണം ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു അവരുടെ ആശങ്കകൾ. മംഗലാപുരത്തെ ഒരു ഗ്രാമപ്രദേശമായ ഫറങ്കിപ്പേട്ട് എന്ന സ്ഥലത്തെ മോന്തേ മരിയാനോ എന്ന് കുന്നിന്റെ മുകളിൽ വിശുദ്ധ ഫിദാലിസിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലായിരുന്നു സന്യാസാർത്ഥിയായ തിയോഫിനച്ചൻ പോയത്.
1933 ഒക്ടോബർ 31 ബ്രദർ മൈക്കൽ സന്യാസ വസ്ത്രം സ്വീകരിച്ച് തിയോഫിൻ എന്ന പേര് സ്വീകരിച്ചു. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്നാണ് തിയോഫിൻ എന്ന പേരിനർത്ഥം. 1934 നവംബർ 1 പ്രഥമ വ്രതവാഗ്ദാനവും ചെയ്തു. ഹിതകരമല്ലാത്ത ഒരു വാക്ക് പോലും പറയാത്ത, ദേഷ്യപ്പെടാത്ത പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു തിയോഫിൻ അച്ഛൻ. അദ്ദേഹത്തിൽ ആഴത്തിൽ വിളങ്ങി നിന്നിരുന്ന ശാന്ത സ്വഭാവത്തിന്റെ സ്രോതസ് പ്രാർത്ഥനയായിരുന്നു. ആലുവ സെമിനാരിയിൽ തത്വശാസ്ത്ര വിദ്യാർത്ഥികളുടെ ഡീനായിരിക്കുമ്പോൾ തന്നെ പ്രിയ സ്നേഹിതനായ ബോൾഗാട്ടിയിലെ ഫുൾജൻസിന്റെ കാവൽ മാലാഖയും ബ്രദർ തിയോഫിനായിരുന്നു. 1941 ഏപ്രിൽ 20 ഭാരതീയ കപ്പൂച്ചിൻ പ്രൊവിൻസിലെ 23ാമത്തെ സന്യാസിയായി തിയോഫിനച്ചൻ പട്ടം സ്വീകരിച്ചു. 1942 പാസ്റ്റൽ മിനിസ്ട്രിക്ക് ശേഷം തിയോഫിനച്ചനും സന്തത സഹചാരിയായ ഫുൾജൻസ് അച്ഛനും എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു നടന്നു. ചതുപ്പും കണ്ടൽക്കാടുകളും നീർച്ചാലുകളും നിറഞ്ഞ തനി ഗ്രാമമായിരുന്നു അന്ന് എറണാകുളം. പൂർണ്ണമായും എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളാണ് തിയോഫിൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തിയോഫിൻ അച്ഛൻ്റെ ഒരു പ്രസംഗം ഉദാഹരണമായി ഞാൻ പറയാം. ഈ ധ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പള്ളിയിലെ പ്രസംഗങ്ങൾക്ക് ശേഷം ഞങ്ങൾ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കും. എന്തിനാണ് വീട് സന്ദർശിക്കുന്നതെന്ന് അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവത്തിന്റെ അനുഗ്രഹവും അങ്ങ് സമാധാനവും കൊണ്ടുവന്ന് തരുന്നതിനാണ്. പള്ളിയിൽ വെച്ച് അനുഗ്രഹിക്കുകയും സമാധാനം ആശംസിക്കുകയും ചെയ്താൽ പോരെ, മതി. എന്നാൽ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് മതിയാകാതെ വരും. ദൈവാനുഗ്രഹം ചിലരുടെ വീടുകളിൽ കയറാൻ ഏതോ ചില പ്രതിബന്ധങ്ങൾ കിടപ്പുണ്ട്. ആ പ്രതിബന്ധങ്ങളെ മാറ്റി ദൈവാനുഗ്രഹത്തെ നിങ്ങളുടെ വീടുകളിൽ ക്ഷണിച്ചുകൊണ്ട് വന്ന് സ്ഥാപിക്കുവാനാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ലൈറ്റ് കണ്ടിട്ടുണ്ടാകും. ഒരു ബട്ടൺ തിരിഞ്ഞാൽ വിളക്ക് കത്തുന്ന. ബൾബ് നല്ലതാണെങ്കിലും ബട്ടൺ കേടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബൾബ് പ്രകാശിക്കുകയില്ല. ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. ഒരു ദിവസം ഒരാൾ അയാളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ബട്ടൺ തിരിച്ചു. പക്ഷെ വിളക്ക് കത്തിയില്ല. പ്രത്യക്ഷത്തിൽ ഒരു തകരാറും അയാൾ കണ്ടില്ല. അയാൾ ഉടനെ കറണ്ട് വരുന്ന സ്ഥലത്തേക്ക് ഒരാളെ അയച്ചു. അവിടെ കറണ്ടുണ്ട്. പിന്നെ എന്തു സംഭവിച്ചു? അയാളുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്ന കമ്പികൾക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അധികാരികൾ ഒരാളെ നിയോഗിച്ചു. അയാൾ കമ്പി പരിശോധിച്ചു വന്നപ്പോൾ ഒരിടത്ത് കമ്പി വിട്ടു പോയിരുന്നതായി കണ്ടെത്തി. അയാൾ അത് കൂട്ടിക്കെട്ടി. ഉടനെ വിളക്കും കത്തി. ഇതുപോലെ ദൈവത്തിന്റെ അടുത്ത് അനുഗ്രഹങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഉദാരമായി തരണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. സ്വീകരിക്കാൻ നിങ്ങളും തയ്യാറാണ്. പക്ഷേ എവിടെയോ ഒരു പ്രതിബന്ധം കിടക്കുന്നത് കൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആ പ്രതിബന്ധങ്ങളെ മാറ്റി നിങ്ങളെയും ദൈവത്തെയും കൂട്ടിയോജിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദൈവാനുഗ്രഹം ലോകത്തിലെ സർവ്വത്തിനേക്കാൾ വിലമതിക്കത്തക്കതാണ്. നിങ്ങൾ അതിനെ വിലമതിക്കുകയും അത് ലഭിക്കുന്നതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി തരുന്നതിന് ഞങ്ങളെ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുമോ? ഒരു രോഗി അവന്റെ രോഗം സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രോഗവിവരം വൈദ്യനെ ശരിക്കു പറഞ്ഞു മനസ്സിലാക്കണം. അതിനുശേഷം വൈദ്യൻ വിധിക്കുന്ന ചികിത്സ സ്വീകരിച്ച് അപ്രകാരം ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലെ സുഖക്കേടുകൾ മാറണമെങ്കിൽ ആത്മീയ വൈദ്യന്മാരായ അച്ഛന്മാരോട് കാര്യങ്ങൾ തുറന്നു പറയണം. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. തിയോഫിനച്ചൻ തനിക്ക് മുന്നിലിരുന്ന ആൾക്കൂട്ടത്തെ കണ്ട് ആവേശഭരിതനായി വെറുതെ വിളിച്ചു കൂവിയതായിരുന്നില്ല ഈ വാക്കുകളൊന്നും. പൂർണ്ണമായും എഴുതി തയ്യാറാക്കാത്ത ഒരു പ്രസംഗവും അദ്ദേഹം ഒരിടത്തും ചെയ്തിരുന്നില്ല എന്നതിന് തെളിവാണ് തിയോഫിനച്ചൻ മ്യൂസിയത്തിൽ തിരുശേഷിപ്പുകൾ പോലെ സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള പ്രസംഗ കുറിപ്പുകൾ. തിയോഫിനച്ചൻ വഴക്കുകളും കേസുകളും പറഞ്ഞു തീർക്കുകയും
ബാധയൊഴിപ്പിക്കുകയും പിശാചുകളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തർക്ക പരിഹാരങ്ങൾക്ക് തിയോഫിനച്ചനെ സമീപിക്കുന്നത് ഒരു പതിവായിരുന്നു. ഞാറക്കിലെ 100 വർഷം പഴക്കമുണ്ടായിരുന്നിട്ട ഒരു തർക്ക കേസ് തിയോഫിനച്ചൻ ഇടപെട്ട് തീർപ്പാക്കി. ഫ്രാൻസിസ് അസീസിയെ അനുകരിച്ച് ഇടത് കൈയിൽ തലയോടും എല്ലിൻ കഷ്ണങ്ങളും വലത് കൈയിൽ കുരിശുമായി പ്രസംഗിച്ച തിയോഫിനച്ചൻ്റെ പ്രസംഗങ്ങൾ അനേകം പേരെ മാനസാന്തരപ്പെടുത്തി. തിയോഫിനച്ചൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അടങ്ങിയ വീഡിയോ ഇതിൻ്റെ 2ാം ഭാഗത്തിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്.